കാണിക്കാതെ അത് അംഗീകരിച്ചു. ഗുരുവിന് ശിഷ്യന്റെ ആഴവും അറിവും നിശ്ചയമില്ലായിരുന്നു. ശിഷ്യനാകട്ടെ ഗുരുവിന്റെ പരിമിതി വളരെ വ്യക്തവും. എങ്കിലും അവിടുന്ന് അതൊന്നും ഭാവിച്ചില്ല. ഗുരുവിനെ നന്നായി പരിചരിച്ച് ഇതിനിടയിൽ ഗുരു ശിഷ്യനുമായി രഗഡയിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. ഷിർത്തിവാസികൾക്ക് അത് ഇഷ്ടമായില്ല. അവർ തങ്ങളുടെ സായിയെ കൊണ്ടുവരാനായി രഗഡയിലെത്തി. ബാബയെ കണ്ടു ആഗമനോദ്ദേശവും അറിയിച്ചു. പക്ഷെ ബാബ അത് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. വേഗം പൊക്കോളൂ, ആ ഫക്കീർ ഉഗ്രകോപിയാണ്. അദ്ദേഹം വരുമ്പോൾ നിങ്ങളെ കണ്ടാൽ പ്രശ്നമാകും. അപ്പോഴേക്കും ഫക്കീർ തിരിച്ചെത്തി. ശിഷ്യനെ കൊണ്ടുപോകാനാണ് ഷിർത്തിക്കാർ വന്നതെന്നറിഞ്ഞ് കോപിഷ്ഠനായി. പക്ഷെ ഗ്രാമീണരും വിട്ടുകൊടുത്തില്ല. ഒടുവിൽ ഫക്കീറിന് വഴങ്ങേണ്ടി വന്നു. ഫക്കീറിന് ബാബയെ പിരിയുന്ന കാര്യം അസഹനീയം. ഒടുവിൽ ഫക്കീറും ബാബയും ഷിർത്തിക്കാർക്കൊപ്പം ഗ്രാമത്തിലേക്ക് മടങ്ങി. ഷിർത്തി ജ്ഞാനിയും പണ്ഡിതനുമായ ഒരു താപസനുണ്ടായിരുന്നു, ദേവിദാസ്. തിളങ്ങുന്ന മിഴികളും സുന്ദരമായ മുഖവും ചെറുപ്രായവും അദ്ദേഹത്തെ ഷിർത്തിക്കാരുടെ പ്രിയങ്കരനാക്കി. പ്രമുഖരായ പലരും ദേവദാസിനെ ഗുരുവായി സ്വീകരിച്ചിരുന്നു. ഒരിക്കൽ ഷിർത്തിക്കാരുടെ പ്രയത്നത്താൽ ഫക്കീർ ദേവദാസിന്റെ മുന്നിലെത്തി. അങ്ങനെ ഫക്കീറും ദേവദാസും മതപരമായ ചർച്ചയിൽ ഏർപ്പെട്ടു. എന്തിനധികം വാദപ്രതിവാദത്തിൽ ദേവിദാസ് ഇളങ്ങി. ഫക്കീർ മടങ്ങി. ഒടുവിൽ അദ്ദേഹത്തിന് നാട് വിടേണ്ടി വരികയും ചെയ്തു.